നമുക്കിനി ഇവിടെ എന്താണ്, ഞാൻ ഒരു ടു ഡു ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രം കണ്ടാൽ മതി. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റഡ് ബൈ എന്നുള്ളിടത്ത് എൻ്റെ പേര് മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ID മാത്രമേ എൻ്റെ ഒരു യൂസർ ഒബ്ജക്റ്റുമായിട്ടുള്ള ഒരു റിലേഷൻ അവിടെ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കേസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് വേണ്ടത് ഈ ഒരു ഒതന്റിക്കേഷൻ ക്ലാസ്സും പെർമിഷൻ ക്ലാസ്സും വേണം. നമ്മൾ ഈ ഒരു എൻ്റയർ വ്യൂക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലുള്ള ഗെറ്റ്, പോസ്റ്റ്, ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് വരുന്നുണ്ട് അതിനൊക്കെ അത് അപ്ലിക്കബിൾ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് യൂസറാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ടു ഡു ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ക്രിഡൻഷ്യൽ തന്നെ വെച്ചിട്ട് എൻ്റെ ഹെഡർ, എൻ്റെ ടോക്കൺ ഹെഡറിൽ ആഡ് ചെയ്തിട്ട് ഞാനൊരു ടു ഡു ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ക്ലാസ് ഞാൻ തൽക്കാലം 02 എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഡാറ്റ ഇവിടെ ആക്ച്വലി എന്തായിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റഡ് ബൈ എന്നുള്ളിടത്ത് എന്താണ്, നള്ളാണ്. ആരാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് ഇപ്പോഴും അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിപ്പോ ആക്ച്വലി എൻ്റെ ഹെഡർ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റ കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്ക് ഡാറ്റ കിട്ടുന്നില്ല. നമ്മൾ ഹെഡർ ആഡ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ യൂസർ അവിടെ സ്റ്റോർ ആവണം, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓൺ ഡാറ്റ എടുത്ത് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതായത് റിക്വസ്റ്റ് ചെയ്യുന്ന യൂസർക്ക് മാത്രം എടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സേവ് മെത്തേഡിൽ വാല്യൂസ് കൊടുത്ത് ഓവർറൈഡ് ചെയ്യാൻ പറ്റും. സേവ് മെത്തേഡിന്റെ അവിടെ ക്രിയേറ്റഡ് ബൈ എന്നുള്ളത് സെൽഫ് ഡോട്ട് റിക്വസ്റ്റ് ഡോട്ട് യൂസർ, അതായത് ഏത് യൂസറാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അയാളെ ഇത് അഡീഷണൽ ആയിട്ട് ഇവിടെ സേവ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരെണ്ണം കൂടെ സേവ് ചെയ്ത് നോക്കാം. നമ്മുടെ 3 ആക്കുന്നുണ്ട്, സേവ് ചെയ്യാണ്, സെൻഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ക്രിയേറ്റഡ് ബൈ 2 എന്ന് കാണുന്നുണ്ട്. 2 മീൻസ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഡാറ്റാബേസിൽ ഒരു യൂസറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ യൂസറെ ID എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഫോറിൻ കീ മാപ്പിംഗ് ആയതുകൊണ്ട് ആ ഫോറിൻ കീന്റെ ID ആണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 2 എന്ന് വരുന്നത്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഗെറ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഹെഡറിന് ഡാറ്റ എടുത്തു, ഏത് യൂസറാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് യൂസറിന്റെ ഡാറ്റ ഇവിടെ തിരിച്ചെടുത്തു. ഓക്കെ, നമുക്ക് ഇനി ഒരു യൂസറേയും കൂടെ രജിസ്റ്റർ ചെയ്യാം. തൽക്കാലം ഞാൻ അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസറെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, അലക്സ് എന്നുള്ളൊരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പൊ അലക്സ് എന്നുള്ള യൂസർക്ക് ഒരു ടോക്കണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ടോക്കൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടു ഡു ആപ്പ് ഒന്ന് ഗെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അലക്സിന് കറന്റ് ടു ഡു ആപ്പിൽ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല, പുതിയ യൂസർ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഗെറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി എംപ്റ്റി അറേ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അലക്സിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഒരു ടു ഡു ഐറ്റം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് ഇങ്ങനെ കോപ്പി ചെയ്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ നമുക്ക് വേരിയബിൾ ആയിട്ട് പോസ്റ്റ്മാനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. വേരിയബിൾ ആയിട്ട് പോസ്റ്റ്മാനിൽ സെറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇവിടെ സെറ്റ് ആസ് വേരിയബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണ്ട വാല്യൂ കോപ്പി ചെയ്യുക. നമ്മുടെ മെയിൻ പ്രൊജക്റ്റിൽ മാത്രം മതി, നമ്മുടെ ഈ ഒരു കളക്ഷനിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വേരിയബിൾസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വേരിയബിൾസിന്റെ അവിടെ അലക്സ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീനകത്ത് കൊടുക്കുന്ന വാല്യൂ ഇതാണ്.
ജാസർ എന്നുള്ള ആളുടെ ടോക്കൺ ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓതറൈസേഷന്റെ അവിടെ നമുക്ക് ടോക്കൺ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അലക്സ് ടോക്കൺ, ഇനി നമുക്ക് അലക്സ് ടോക്കൺ ഇവിടുന്ന് ചേഞ്ച് ചെയ്താലും അവിടെ ചേഞ്ച് ആയി എല്ലായിടത്തും ഇത് ചേഞ്ചസ് വന്നോളും. ഓക്കെ, ഇപ്പൊ ഞാൻ അലക്സ് ടോക്കൺ ആണ് കൊടുക്കുന്നത്. ഇനി ക്രിയേറ്റ് ആണ്. ഇപ്പൊ കണ്ടില്ലേ, ക്രിയേറ്റഡ് ബൈ എന്നുള്ളടത്ത് 3 എന്ന് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ടു ഡു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് അലക്സിന് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഗെറ്റ് ചെയ്ത് നോക്കാം. കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ജാസറിന്റെ ടോക്കൺ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ജാസറിന്റെ ടോക്കൺ വെച്ച് നോക്കുമ്പോൾ യൂസർ 2 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമേ നമുക്ക് ഡാറ്റ കിട്ടുന്നുള്ളൂ. അലക്സിന്റെ വെച്ച് നോക്കാം. യൂസർ 3 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടോക്കൺ, ഈ ഒരു വാല്യൂ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇൻവാലിഡേറ്റ് ചെയ്യണം. പിന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് റീക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ പഴയ ടോക്കൺ വെച്ചിട്ട് കയറാനും പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് വ്യൂവും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിവിടെ ലോഗിന് പകരം ലോഗ് ഔട്ടിന് കൊടുക്കുന്നുണ്ട്. നമുക്കിനി URL പോയിട്ട് എന്ത് ചെയ്യണം, ഒരു ലോഗ് ഔട്ട് വ്യൂവും കൂടെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ലോഗ് ഔട്ടിന്റെ ഒരു സാമ്പിൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്യുന്നതിൽ എന്താണ് മെയിൻലി കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഒതന്റിക്കേഷൻ ക്ലാസ്സസ്, പെർമിഷൻ ക്ലാസ്സസ്. അതായത് ഹെഡറിലാണ്ട് ഈ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം ഹെഡറിനാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ബേസിക്കലി എന്താണ്, ഈ ഹെഡറിന് ഡാറ്റ എടുത്തിട്ട് ഏതാണ് യൂസറിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ആ യൂസറിന്റെ ടോക്കൺ ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഉണ്ടെങ്കിൽ ആ ടോക്കൺ ഡിലീറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡ് ടീമിന് അവർക്ക് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് അവർ സ്റ്റോർ ചെയ്തിട്ടുള്ള ഹെഡർ വാല്യൂ ഒക്കെ ക്ലീൻ അപ്പ് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിൽ മാറ്റിയിട്ടില്ല. ഓക്കെ, ലോഗ് ഔട്ട് ഉള്ളൊരു വ്യൂ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഹെഡറിനകത്ത് ജാസറിന്റെ ടോക്കൺ കൂടി നോക്കാം. ഓക്കെ, ഇപ്പൊ ജാസറിന്റെ സെഷൻ, അതായത് ഇത് ടോക്കൺ ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജാസറിന്റെ ടോക്കൺ വെച്ചിട്ട് ഒന്നും കൂടെ അവിടെ ഗെറ്റ് ചെയ്ത് നോക്കാം. കാരണം അങ്ങനെ ഒരു ടോക്കൺ ഇപ്പൊ കറന്റ്ലി ഇല്ല. അപ്പൊ ഇൻവാലിഡ് ടോക്കൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ജാസറിന് വീണ്ടും ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജാസർ വീണ്ടും ലോഗിൻ ചെയ്യണം. അപ്പോ എന്ത് സംഭവിക്കും, പുതിയൊരു ടോക്കൺ ജാസറിന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ടോക്കൺ, ജാസറിന്റെ പുതിയ ടോക്കൺ. ഇത് ഞാൻ ഇനി ഈ ടുഡുവിന്റെ ഈ വേരിയബിളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ വേരിയബിൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് അവിടെ എല്ലാം ചേഞ്ച് വരും. അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യണം പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പഴയ വാല്യൂ തന്നെ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. നമുക്കൊന്നും കൂടെ ഗെറ്റ് അടിച്ച് നോക്കാം. ഇപ്പൊ നമ്മുടെ ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ ഐറ്റം, അല്ലെങ്കിൽ ഇതിപ്പോ നമ്മുടെ ടു ഡു ആപ്പിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഐറ്റം ആരുതാണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഹെഡർ വാല്യൂ വെച്ചിട്ട് ആ യൂസറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആ യൂസർക്ക് വേണ്ട പെർമിഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ജാങ്കോന്റെ API ഗൈഡിൽ ഉണ്ടാവും. ഒതന്റിക്കേഷൻസും പെർമിഷൻസും ഈ 2 സെക്ഷനാണ്
മെയിൻലി ചെക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ ഞാനൊരു വളരെ ബേസിക് ആയിട്ട് ഒരു സാമ്പിൾ കൊടുത്തേ ഉള്ളൂ. നമുക്ക് settings.py എന്നുള്ള ഫയലിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പെർമിഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസിന്റെയും ഹെഡറിൽ അങ്ങനെ കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഞാനിപ്പോ ക്ലാസ് ബേസ്ഡ് കാര്യങ്ങളാണ് കാണിച്ചത്. ഇത് ഫംഗ്ഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പെർമിഷൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഡെക്കറേറ്റർ യൂസ് ചെയ്യണം. ആ ഡെക്കറേറ്റർ എന്ത് ചെയ്യണം, ഈസ് ഒതന്റിക്കേറ്റഡ് എന്നുള്ളത് ഒരു ലിസ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലാസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ്. ഇത് ഓൾറെഡി നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ ഈ ഓരോ ടോപ്പിക് ഇങ്ങനെ ജസ്റ്റ് ഗൈഡ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണ്, ഐ മീൻ ടോപ്പിക് ആണ്. അതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് കുറെയൊക്കെ ഈസിയാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാത്തിന്റെയും കൂടെ പോകാനുള്ളൊരു ടൈമിന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാത്ത. ആരെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിലൂടെ കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ കണ്ടിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ടൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ടിൽ ദെൻ ബൈ.